സ്കിന്നിന് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനെ യുവത്വത്തോടെ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ പ്രായം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് സ്കിൻ ബിക്കംസ് ഡ്രയർ. നമ്മൾ ശ്രദ്ധിക്കാതെ കൂടി ഇരുന്നാൽ പിന്നെ നമ്മുടെ സ്കിന്നിൽ ഫൈലൈൻസും റിങ്കിൾസും ഒക്കെ വരികയും അതൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നമ്മൾ എപ്പോഴും വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള പ്ലംബി ആയിട്ടുള്ളൊരു സ്കിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആഫ്റ്റർ 40s എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ, നമ്മളുടെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല പ്രായക്കൂടുതൽ തോന്നിപ്പിക്കാൻ കാരണമായേക്കാവുന്ന ചില ഘടകങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഒരു 11K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ അധികം വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല, വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ അതിനു മുൻപ് ഒരുപാട് ആളുകൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ആഫ്റ്റർ 40s എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്നുള്ളതാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഈ സമയത്ത് കൊളാജിൻ പ്രൊഡക്ഷൻ, ഇലാസ്റ്റിസിറ്റി ഇതൊക്കെ കുറയുകയും ഹൈഡ്രേഷൻ കുറയുകയും സ്കിൻ ബാരിയർ വീക്ക് ആവുകയും സ്കിൻ റിപ്പയർ കപ്പാസിറ്റി കുറയുകയും ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ, സൺ ഡാമേജ്, അങ്ങനെ ഒരുപാട് സ്കിൻ കെയർ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെ സ്കിൻ പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഹോം റെമഡീസൊക്കെ നമ്മൾ ചെയ്യണം, പക്ഷേ അതോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും നമുക്കൊരു സ്കിൻ കെയർ റുട്ടീനും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുളിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണല്ലോ. അപ്പോൾ രാവിലെ എന്തായാലും നമ്മൾ കുളിച്ചിരിക്കും. അപ്പോൾ കുളിക്കുന്നതിന് മുൻപ് ഒരു എണ്ണ തേച്ചുള്ള കുളി ശീലമാക്കുക. ആയുർവേദത്തിൽ നമ്മളിതിനെ അഭ്യംഗം എന്ന് പറയും. ചൂടുള്ള എണ്ണ തേച്ചുള്ള ഒരു മസാജിങ് തെറാപ്പിയാണിത്. ഇത് നമുക്കും ചെയ്യാം. ഏതെങ്കിലും ഒരു എണ്ണ ഉപയോഗിച്ച് നന്നായി ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 5-10 മിനിറ്റിന് ശേഷം കുളിക്കുന്നത് ഒരു ശീലമാക്കുക. അങ്ങനെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ വെളിച്ചെണ്ണയാണെങ്കിലും മതി. പക്ഷേ എണ്ണ തേച്ചുള്ള ഒരു കുളി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അത് ഇന്ന പ്രായം എന്നില്ല, ഏത് പ്രായത്തിലുള്ളവർക്കും അത് ഒരു ശീലമാക്കാവുന്നതാണ്. നമ്മളുടെ മുഖം പോലെ തന്നെ പ്രധാനമാണ് നമ്മളുടെ ശരീരവും. സ്കിന്നിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ലഭിക്കുന്നതിനും നല്ല ഹൈഡ്രേഷൻ ലഭിക്കുന്നതിനുമൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. ഈ അടുത്തിടെ ഒരു ആൻറ്റി കമൻറ്റ് ചെയ്തിരുന്നു, ബോഡി വല്ലാണ്ട് ഡ്രൈ ആവുന്നു, ചുളിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മുഖം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് മുഖമാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മളുടെ ശരീരമാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ശരീരവും നമുക്ക് നല്ല യുവത്വത്തോടെ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എണ്ണ തേച്ചുള്ള ഒരു കുളി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് നിങ്ങളൊരു ശീലമാക്കാൻ ശ്രമിക്കുക. കുളി കഴിഞ്ഞ് ഒരു ബോഡി ലോഷൻ ശരീരത്ത് അപ്ലൈ ചെയ്യുക. ആ ഒരു നനവോടെ, ആ ഒരു ഈർപ്പത്തോടെ തന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ കൈയും കാലും ഒക്കെ വല്ലാണ്ട് വരണ്ടു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ബോഡി ലോഷൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് സ്കിൻ കെയർ. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മുഖമാണ്. സ്കിൻ കെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മുഖമാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിന് കൊടുക്കേണ്ട ഒരു മെത്തേഡാണ് CTM എന്ന് പറയുന്നത്. എന്താണ് ഈ CTM? ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. അപ്പോൾ നമ്മൾ സ്കിൻ കെയറിൽ ഫസ്റ്റ് ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. നമ്മുടെ ഫേസിലുള്ള അഴുക്കുകളും കാര്യങ്ങളും എല്ലാം നീക്കി ഫേസ് നല്ല ക്ലീൻ ആക്കുന്ന ഒരു പ്രോസസ്സാണിത്. അതിനുവേണ്ടി നല്ലൊരു ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ജെന്റിൽ ക്ലെൻസർ അല്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മുഖം നന്നായി ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിംഗ് ആണ്. ഇത് നിർബന്ധമുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് അത്ര നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ഈ ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ്, അഴുക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി നീക്കം ചെയ്ത് നമ്മുടെ മുഖത്തെ വളരെ ക്ലീൻ ആക്കാനായിട്ട് വേണ്ടിയാണ് ടോണർ യൂസ് ചെയ്യുന്നത്.
മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരു pH ലെവലുണ്ട്. ആ pH ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഓപ്പൺ പോർസ് ഉള്ളവർക്കും ഓയിലി സ്കിൻ ഉള്ളവർക്കും ഫേസ് ഒന്നുകൂടി നന്നായിട്ട് ക്ലീൻ ആകണം എന്നുണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോണർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതും നയാസിനമൈഡും അതേപോലെ ഹൈലറോണിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോണർ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിനിമലിസ്റ്റിൻ്റെ, ഗുഡ് വൈബ്സിൻ്റെ, പ്ലമ്മിൻ്റെയൊക്കെ ടോണറുകൾ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു എസൻസ് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്ന് വളരെയധികം ഡ്രൈയിങ് ആണ്, ഫൈലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു എസൻസ് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുവാനും കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടുവാനും ഫൈലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് സ്കിൻ നല്ല ഈവൻ ടോണായിട്ട് നിലനിർത്തുവാനും ഈ എസൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിനെ വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഒരു ഫുൾ ഡേ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതുതന്നെയാണ് ഒരു 40s എത്തുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആവശ്യവും. അതിന് നിങ്ങൾക്ക് കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബോഡി വൈസിൻ്റെ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യാം. ഇതിൽ രണ്ടിൽ പറയുകയാണെങ്കിൽ ഞാൻ ബോഡി വൈസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയും. കാരണം കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇന്ത്യൻ സ്കിൻ ടോണിന് ഏറ്റവും അധികം സ്യൂട്ടബിൾ ആയിട്ടുള്ളതും ബോഡി വൈസിൻ്റെ സ്നെയിൽ മ്യൂസിൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് രാവിലെയും രാത്രിയും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു സിറം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. സ്കിൻ ബ്രൈറ്റൻ ആകാനായിട്ടും സ്കിൻ്റെ ഒരു ഡൾനെസ് മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ടും സ്കിന്ന് ഒരു ഈവൻ ടോൺ ആക്കാനും ഒക്കെ ആയിട്ട് വൈറ്റമിൻ സി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. ചില ആളുകൾക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ ചില ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നതായിട്ട് പറയാറുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. നയാസിനമൈഡ് എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റൻ ആകാനായിട്ടും സ്കിൻ ഒരു ഈവൻ ടോൺ ആവാനായിട്ടും പിഗ്മെൻറ്റേഷൻ കുറയാനും അതുപോലെ പോർസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഓയിലി ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. സ്കിൻ നല്ല സോഫ്റ്റ് ആവാനായിട്ടൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് മിനിമലിസ്റ്റിൻ്റെ, ഡീകൺസ്ട്രക്റ്റിൻ്റെ, ഡോട്ട് ആൻഡ് കീയുടെയൊക്കെ നയാസിനമൈഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ സി സിറം, ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി സിറം വളരെ നല്ലതാണ്. നിങ്ങളൊരു വൈറ്റമിൻ സി സിറം നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വളരെയധികം നല്ലതാണ്. ഇനി ഇതല്ല, നിങ്ങളുടെ സ്കിൻ വളരെയധികം ഡ്രൈയിങ് ആണ്, ഒട്ടും ഹൈഡ്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല പ്ലംബി ആയിട്ട് നിലനിർത്താനായിട്ട് ഹൈലറോണിക് ആസിഡ് നമ്മളെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ലോറിയലിൻ്റെ ഹൈലറോണിക് ആസിഡ് സിറം, അതുപോലെ മിനിമലിസ്റ്റിൻ്റെ, ഇതൊക്കെ വളരെയധികം നല്ല സിറംസ് ആണ്. 40 കഴിഞ്ഞാൽ കൊളാജൻ നഷ്ടപ്പെടുകയും മോയ്സ്ചർ കുറയുകയും സ്കിൻ ഡള്ളാവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ ഇല്ലാതെ ഒരു ആൻറ്റി ഏജിങ് റുട്ടീൻ നമുക്ക് പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് തന്നെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനും പ്രിമച്വർ ഏജിങ്ങിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് മോയ്സ്ചറൈസർ നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. ആഫ്റ്റർ 40s നമ്മൾ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെറാമൈഡ്സ് അടങ്ങിയ, ഹൈലറോണിക് ആസിഡ് അടങ്ങിയ, റെറ്റിനോൾ അടങ്ങിയ, നയാസിനമൈഡ് അടങ്ങിയ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയ ഒരു മോയ്സ്ചറൈസർ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സെറാമൈഡ്സ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. നയാസിനമൈഡ് എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുവാനും സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. റെറ്റിനോൾ എന്ന് പറയുന്നത് ഫൈലൈൻസും റിങ്കിൾസും ഒക്കെ കുറച്ച് ഒരു കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ അടങ്ങിയ ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മിനിമലിസ്റ്റിൻ്റെ നല്ല മോയ്സ്ചറൈസറാണ്, ഡോട്ട് ആൻഡ് കീയുടെ നല്ലതാണ്, സെറാവി നല്ലതാണ്, ഡോക്ടർ ഷെത്ത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. UV റേസ് മൂലമുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സാഗിങ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. മിനിമലിസ്റ്റ്, അക്വാലോജിക്ക, ഡോക്ടർ ഷെത്ത് ഇതിൻ്റെയൊക്കെ സൺസ്ക്രീൻ വളരെയധികം നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു SPF 50 ഉള്ള സൺസ്ക്രീൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ വീട്ടിലാണ് എങ്കിൽ കൂടിയും നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആഫ്റ്റർ 40s നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. എന്തൊക്കെയാണ്? ഒരു നല്ല ക്ലെൻസർ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ടോണർ യൂസ് ചെയ്യുക, എസൻസ് യൂസ് ചെയ്യുക, നല്ലൊരു സിറം യൂസ് ചെയ്യുക, അതേപോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക.
ഇത് നിങ്ങളുടെ സ്കിന്നിൽ വളരെ വലിയ മാറ്റം നിങ്ങൾക്കുണ്ടാകും. കാരണം പ്രായം മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിൻ്റെ ഭാഗമാക്കുക. 40-ന് ശേഷം ശരിയായിട്ടുള്ളൊരു സ്കിൻ കെയർ ലൈഫ് സ്റ്റൈൽ ഇതൊന്നും പിന്തുടരാത്തതാണ് പലപ്പോഴും നമുക്കൊരു പ്രായം കൂടുതൽ തോന്നിപ്പിക്കാനുണ്ടാവുന്ന കാരണങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷനും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വരികയും അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയും ചെയ്യും. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് സ്കിൻ ഓവർ ഡ്രൈ ആകുക എന്നുള്ളതാണ്. ഹാർഷായിട്ടുള്ള ഫേസ് വാഷും ക്ലെൻസറുകളും ഒക്കെ യൂസ് ചെയ്യുന്നതും അതുപോലെ ഓവർ എക്സ്ഫോളിയേഷനൊക്കെ സ്കിന്നിന് കൊടുക്കുന്നതും നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് പ്രായ കൂടുതൽ തോന്നിപ്പിക്കാൻ കാരണമാവുന്ന ഘടകങ്ങളാണ്. ഈ ഡ്രൈനെസ് കൂടിക്കഴിഞ്ഞാൽ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വളരെയധികം ഹൈലൈറ്റഡ് ആകും. അതുകൊണ്ട് തന്നെ വളരെ ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷും ക്ലെൻസറുകളും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഏജിങ് പ്രോസസ്സ് വളരെ വേഗത്തിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ റെറ്റിനോള്, പെപ്റ്റൈഡ്സ്, അതുപോലെ വൈറ്റമിൻ സി ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഏജിങ് പ്രോസസ്സ് വേഗത്തിലാക്കാൻ കാരണമാകും. കാരണം ഇതൊക്കെ നമ്മളുടെ ഒരു ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് എല്ലായ്പ്പോഴും നല്ലൊരു ഹൈഡ്രേഷൻ ആവശ്യമാണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ കൃത്യമായൊരു ഉറക്കം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി 40-ന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കൃത്യമായൊരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീന് അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒരു വലിയ മാറ്റം നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ഏജിങ് പ്രോസസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് 40കളിലും നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.